guys, it's me, the Mallu Banker. സോ ഇന്ന് ഞാൻ ക്വാൺസിൻ്റെ ഒരു സെക്ഷണൽ ടെസ്റ്റാണ് ചെയ്യുന്നത്. ലൈവായിട്ട് ഞാൻ ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. സോ SBI PO പ്രിലിംസിൻ്റെ 2024 ഒരു സെറ്റാണ് ചെയ്യുന്നത്. ഗൈഡിൽ നിന്നുള്ളതാണിത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് അത് ചെയ്യാം. 78 എന്ന് പറയുമ്പോൾ 3 2 6 9 29 3 വരാം. 29 3 അല്ല, 3 വന്ന് 2 6 18 26ഉം 3യും വരാം. 13 2 3 13 6 ആണ് ഒരു പോസിബിലിറ്റി. അപ്പോൾ ഇത് വരുമ്പോൾ 26ഉം 12ഉം ആണ് ഒരു പോസിബിലിറ്റി. ദെൻ 90 9 × 5 × 4 വരാം അല്ലേ. 16. ഓക്കെ, 90 എന്ന് പറയുമ്പോൾ 10 × 9 × 2 ഉണ്ട്. സോ 5 × 2 × 3 × 3 × 2 എന്നുണ്ട്. 6 × 2 12ഉം 15ഉം അല്ലേ. 12ഉം 15ഉം രണ്ടും മൈനസ് ആയതുകൊണ്ട് ഇങ്ങനെ വരും. ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 91 17ഉം 17 അല്ല, ദെൻ 13 × 7 91 ആണ് അല്ലേ. 13 6. ഓക്കെ, ദെൻ 9 × 8 17 ആണ്. ഓക്കെ, ഗ്രേറ്റർ ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22 11 × 2 × 3 11 × 6 വന്നു, 2 നെഗറ്റീവ് വന്നു. ദെൻ 2 നെഗറ്റീവ് വന്നു. ദെൻ 2 6 6 അല്ല 5 ആണ്. 56 വന്നു. 2ഉം 56 56 എന്ന് പറയുന്നത് 28ഉം 4. ഓക്കെ, 28 4 എന്ന് പറയുന്നത് 7 16 7 16ഉം 7ഉം ഗ്രേറ്റർ എക്സ് ലെസ് ദാൻ വൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ്, ഇതിനൊരു ഇവിടെ ഒരു 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 16 × 3 48 7 × 3 21 അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ഗ്രേറ്റർ, ഇത് ഗ്രേറ്റർ. ഓക്കെ, ശരി തന്നെയാണ്. ദെൻ 15 5 3 5ഉം 3ഉം 3ഉം 9 5 × 2 ചെയ്യുമ്പോൾ 18 10. ദെൻ 5ഉം 4ഉം 20 അല്ലേ. 5ഉം 4ഉം ആണ്. 5ഉം 4ഉം ആണെങ്കിലും 15ഉം 12ഉം വരും. സൈൻ വന്ന ഇത് പ്ലസും ഇത് നെഗറ്റീവും വരും. ഇത് ഗ്രേറ്റർ ലെസ് ആണ്, കാനോട്ട് ബി ഡിറ്റർമിൻഡ്. ഓക്കെ, ദെൻ ക്വാഡ്രാറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട് ഈ സെറ്റിൽ. 9 × 16 അല്ല 72 എന്ന് പറയുമ്പോൾ 9 8 ആണ്. 9 8 അല്ലാതെ 12 6 ഉണ്ടല്ലേ. 12 6. ദെൻ 6ഉം 9ഉം 6 × 9 ആണല്ലേ. 6ഉം 9ഉം വരുമ്പോൾ അവിടെ നെഗറ്റീവ് വന്നുകൊണ്ട് പ്ലസ് നെഗറ്റീവ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ, ദെൻ അത്രയും സെറ്റ് തീർന്നു. നോക്കാം. The given chart shows employees in 5 different companies. Percentage distribution of number of employees who prefer coffee in 5 total number of employees who prefer coffee plus tea ആണ്. ഓക്കെ, അപ്പോൾ 4 കമ്പനീസ് വന്നിട്ടുണ്ട്. ABCDE 4 കമ്പനീസാണ്. ടോട്ടൽ എംപ്ലോയീസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. കോഫി പ്രിഫർ ചെയ്യുന്നവരെയും തന്നിട്ടുണ്ട്. അപ്പോൾ ടീ അതിൻ്റെ ബാക്കിയായിരിക്കും. ഓക്കെ, ടോട്ടൽ 800 ആണെങ്കിൽ 800 60 480 കോഫി ആണെങ്കിൽ ദെൻ 320 ടീ ആയിരിക്കും. 520 1/4 4 എന്ന് പറയുമ്പോൾ 140 560യുടെ 140 എന്താണ് കോഫിയാണ്. ദെൻ 2 320 420 ടീ ആണ്. കോഫി 450 ടോട്ടൽ 450യുടെ 4 180 വന്നു. ദെൻ 200 250 270 വന്നു. ദെൻ D 600 600ൻ്റെ 420 ഇവിടെ ആണെങ്കിൽ
150 ഇവിടെ 640യുടെ 50%, 320 ഇവിടെ ആണെങ്കിൽ 320 ഇവിടെ. ഓക്കെ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു പ്രിഫർ കോഫി ഇൻ കമ്പനി ഡി ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു പ്രിഫർ ടീ ഇൻ കമ്പനി എ. 320, 100 വരും. ഓക്കെ, then next question, find the ratio of number of employees who prefer coffee in company A to the number of employees who prefer coffee in company E. 300 എന്ന് പറയുന്നത് 16, 3, 16, 2, 3:2 ആണ്. ഓക്കെ, then next one, if the ratio of number of male to female employees who prefer coffee in company Cയിൽ 9, 5 ആണ്. 5 എന്ന് പറയുമ്പോൾ 250ഉം 200ഉം വരും. ആരാണ്? മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് മെയിൽ ടു ഫീമെയിൽ എംപ്ലോയീസ് ഹു പ്രിഫർ ടീ ഇൻ കമ്പനി സിയിൽ 90 ഇൻറ്റു 180ഉം 90ഉം വരും. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് ഇൻ കമ്പനി സി. ഫീമെയിൽ 290. ഓക്കെ, ദെൻ next question, if the total number of employees in company F is 25% less than that of company A, നമ്പർ ഓഫ് എഫ് എന്ന് പറയുന്നത് 20 ലെസ് ദാൻ കമ്പനി എയുടെ 1/4 3/4 200 600 എഫിലുള്ള ടോട്ടൽ എംപ്ലോയീസ്. ആൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു പ്രിഫർ ടി ഇൻ കമ്പനി ഇ ടു കമ്പനി എഫ് ടി. അപ്പോൾ 8 വരുമ്പോൾ 400, ടീ വരുന്നത് 400, കോഫി വരുന്നത് 200. ഓക്കെ, ടോട്ടൽ 600. ഓക്കെ, ഇത് നമ്പർ ഓഫ് എംപ്ലോയീസ് ഹു പ്രിഫർ ടി ഇൻ കമ്പനി ബി 420 എന്ന് പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ കമ്പനി ഡി. ലെസ്സാണ്, 180 ലെസ് എന്ന് പറയുമ്പോൾ 6 വരും. 30% ലെസ്. ഓക്കെ, ആ ഒരു സെറ്റ് തീർന്നു. ദെൻ നമുക്ക് ഒരു പൈ ചാർട്ട് വന്നിട്ടുണ്ട്. ഇനീഷ് ഫാക്ടറി ഒക്കെ നോക്കാം. ദ ഗിവൺ പൈ ചാർട്ട് ഷോസ് percentage distribution of total number of cushions, cotton, polyester, nylon manufactured in 5. total number of cushionsൻ്റെ എണ്ണവും തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ABCDE. ഓക്കെ, 5000 ആണ് ടോട്ടൽ തന്നേക്കുന്നത്. അപ്പോൾ 22 വരുമ്പോൾ 1110 വന്നു. 1100 വന്നു. 1100. ദെൻ ബി വരുമ്പോൾ 16 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5000 2 0 ഓൾറെഡി പോയി. 5 800 വന്നു. ദെൻ സി 30 എന്ന് പറയുമ്പോൾ 1500 വന്നു. ദെൻ 14 ഇൻറ്റു 5 700 വന്നു. 18 ഇൻറ്റു 5 900. ഓക്കെ അല്ലേ? 9 9 7 9 9 18 18 12 3. ഓക്കെ, 45. ഓക്കെ, കറക്റ്റ്. ഇൻ ഈച്ച് ഫാക്ടറി ഔട്ട് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്യൂഷൻസ് മാനുഫാക്ചർഡ് 45% ഓഫ് ദ ക്യൂഷൻ ആർ കോട്ടൺ, പോളിസ്റ്റർ ആൻഡ് റിമൈനിങ് ക്യൂഷൻസ് ആർ നൈലോൺ. 5 ഡിഫറെൻറ്റ് ഫാക്ടറീസിൻ്റെ കാര്യമാണ് വന്നിരിക്കുന്നത്. അതിൽ 45% ക്യൂഷൻ കോട്ടൺ ആണ്. ഇതിൻ്റെ 45%, ഇത് ടോട്ടൽ നമ്പർ ഓഫ് ക്യൂഷൻസ് ആണ്. ഇതിൽ കോട്ടൺ ഉണ്ട്, ദെൻ പോളിസ്റ്റർ ഉണ്ട്, റിമൈനിങ് ആണ് നൈലോൺ. അങ്ങനെ 3 ഓപ്ഷൻസ് ആയിട്ടാണ്, അല്ല 3 കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. അതിൽ 1000 വരുന്നതിൻ്റെ 45% എന്ന് പറയുമ്പോൾ 45 495 കോട്ടൺ ആണ്. 25% എന്ന് പറയുമ്പോൾ 275 10 17 1100 എന്ന് പോകുമ്പോൾ പിന്നെ എത്ര ഉണ്ട്? 3 8 അല്ലേ 330 നൈലോൺ വന്നിരിക്കുന്നത്. ഓക്കെ, ടൈം കുറച്ച് കൺസ്യൂമിങ് ആണ്. ദെൻ 800ൻ്റെ 45 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32 360 വന്നു. 15ൻ്റെ 45 എന്ന് പറയുന്നത് 15ൻ്റെ 45 15 × 4 600 15 × 5 75 675 വന്നു. 45 × 7 5 3 28 8 30 31 315 വന്നു. 45 × 9 5 4 36 4 405 വന്നു. ഓക്കെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കോട്ടൺ ക്യൂഷൻസ് മാനുഫാക്ചേർഡ്. ടൈം പോകുന്നുണ്ട്, നോക്കട്ടെ. ഓക്കെ, ഇതും കൂടി ചെയ്തിട്ട് പോകാം. 800 നിന്ന് ദെൻ 800ൻ്റെ 25% 25 എന്ന് പറയുമ്പോൾ 200 560 പോയിട്ട് 600 200 240. ഓക്കെ, 600
പോളിസ്റ്റർ അല്ലേ? അതെ, 25%. 15ൻ്റെ 25 എന്ന് പറയുമ്പോൾ 375 പോകുന്നത്. പിന്നെ 10, 14, 15, 1050. 1500 നിന്ന് 5, 450 പോയി. ദെൻ 700ൻ്റെ 25. 25 × 7 5 3 14 3 175. ഓക്കെ. 10, 8, 9 490 പോയി കഴിഞ്ഞിട്ട് പിന്നെ 210 ഇവിടെ. 25 × 9 5 4 18 4 225 10 3 630. 630ഉം 270 ഇവിടെ വരുന്നത്. ഓക്കെ, ഡീകോഡ് ചെയ്ത് കുറച്ച് ടൈം പോയി. ദ ടോട്ടൽ നമ്പർ ഓഫ് കോട്ടൺ കുഷൻസ് മാനുഫാക്ചർഡ് ബൈ ഫാക്ടറി ബി. കോട്ടൺ കുഷൻസ് മാനുഫാക്ചർഡ് ബൈ ഫാക്ടറി ബി to the total number of cotton and polyester cushions manufactured by cotton and polyester. 10 3 630 360 9 4 9 7 4:7. Okay. Then next question, total number of polyester and nylon cushions manufactured by polyester and nylon cushion 440. Okay, 440 എന്ന് പറയുന്നത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കുഷൻസ് മാനുഫാക്ചർഡ് ബൈ എ? 1100 40%. Okay. Then next question, if the total number of cushions manufactured by factory D, find the difference between number of cotton cushions manufactured by factory A. Cotton cushions manufactured by factory A and the number of nylon cushions manufactured by factory D. 495 210 685 അല്ലേ 285. Okay. Then if the total number of cushions manufactured by F is 120% more than the total number of cushions manufactured by C. 1500ൻ്റെ 120%, 220% more ആണ്. 15 2 330 3300 വന്നു. ഓക്കെ. then find 1/3 of the number of cushions manufactured. 1/3 എന്ന് പറയുമ്പോൾ 1100. ഓക്കെ. then next question, അത് പോട്ടെ. then next question നോക്കാം. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ആണ്. അത് റോങ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. 12 98 882 7929 71352. ഓക്കെ, ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. 12 × 8 എന്ന് പറയുന്നത് 96. × 8 + 2 ആണെങ്കിൽ ഇത് × 7 ആണോ നോക്കാം. 6 5 63 അല്ല. × 8 വന്നാൽ × 9 ആണോ നോക്കാം. 2 7 81 7 882 × 9 × 9 കൂടെ ഒന്നും ചെയ്യണ്ട. × 8 × 9 റോങ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. × 8 × 9 2 7 81 7 882 + 2 884 വരുന്നതെങ്കിൽ × 10 വരും. അല്ല, അതവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 15 33 48 80 129 210 തമ്മിലുള്ള ഡിഫറൻസ് 18 5 15 50 30 32 80 8 48 18 15 32 9 49 അവിടെ നിൽക്കട്ടെ. ദെൻ നമുക്ക് ടൈം പോകുന്നുണ്ട്, നോക്കട്ടെ. ത്രീ ലിക്വിഡ്സ് ഇഫ് ദ ടോട്ടൽ നോക്കാം. Company increased and allowed to successive and make a profit. If the company would allow only one discount, he made a profit of നോക്കട്ടെ. A train a boat goes 35 km downstream and downstream while returning covered only 80%, that is covered downstream. If the boat takes 6 hours more to cover upstream, then find the approximate speed of the boat in still water. Boat goes അതവിടെ നിൽക്കട്ടെ. കുറച്ചൊരു 145 160 180 204 233 കുഞ്ഞ് ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. 50 12 17 70 10 8 18 20 24 24 9 1 29 13 29 1 19 20 21 22 24 6 5 ഓക്കെ 17 18
16 സ്ക്വയർ 16 6 അറിയത്തില്ല, നോക്കാം. സമയം പോകുന്നുണ്ട്. If the speed of the train, a train T running at a speed of crosses a boy who running in the opposite direction at a speed of crosses a boy who runs in opposite direction at a speed of, okay, അപ്പോൾ ടൈം വന്നിട്ടുണ്ട്, സ്പീഡ് വന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, 3 4 140 ഇൻറ്റു 5/18 ഇൻറ്റു 610. 140 ഇൻറ്റു 5/18 ഇൻറ്റു 126/10. 2 70 18. 18ഉം 6ഉം അല്ലേ? അല്ല, 18 6 അല്ല, 18 8 18. ഓക്കെ, 6 3 6 21 7 49 ഇൻറ്റു 5 5 4 20 5 4 245 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇഫ് ദ സ്പീഡ് ടി ഈസ് ഇൻക്രീസ് ബൈ 40%, 5/80. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ടി ഈസ് ഇൻക്രീസ്ഡ് ബൈ, ഓക്കെ അതവിടെ നിൽക്കട്ടെ, വേറെ ക്വസ്റ്റ്യൻ കുറച്ചൊരു ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ബൈ എ കമ്പനി ഇൻക്രീസസ്. സോ ഫുൾ ബ്ലാങ്ക് ആയി പോകുന്നു. 3 partners, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ദ റേഷ്യോ 3:x, എക്സ് ആൻഡ് വൈ, എക്സ് ഇൻ വൈ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് വൈ ആൻഡ് ഇസഡ് ആർ ഇൻ ദ റേഷ്യോ, വൈ ആൻഡ് ഇസഡ് ആർ ഇൻ ദ റേഷ്യോ, വൈ ആൻഡ് ഇസഡ് 7:9. ഓക്കെ, ഫൈൻ ഇഫ് ടോട്ടൽ പ്രോഫിറ്റ്, എക്സ് പ്രോഫിറ്റ് ഷെയർ ഈസ് ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ, വൈ 7 9, 3x 21, എക്സ് വൈ 3xഉം 7 9ഉം ആണെന്ന് പറയുന്നുണ്ട്. എക്സ് ആൻഡ് വൈ 3 partners starts a business. Investment x and y are in the ratio 3:x, while investments of y and z are in the ratio 7:9. ഓക്കെ, 3:xഉം 7:9ഉം. സെവൻ ഈസ് ടു 9 എന്ന് പറയുമ്പോൾ 3 7x 9 എന്ന് വന്നാൽ ഇൻവെസ്റ്റഡ് ഫോർ എ ടൈം എത്രയാണ്? 10 6 12 എക്സ്. ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഷെയർ പറയുന്നുണ്ട് 108ഉം 30ഉം 8 3 138 പ്ലസ് 42 എത്രയാണെന്നാണ് പറയുന്നത്? 2550. 138 പ്ലസ് 42x അല്ലേ? 42x 138 2 4 1 4 അല്ലേ? 10 4 5 5. ഓക്കെ, ബൈ 42 എന്ന് പറയുമ്പോൾ 7 കൊണ്ട് വെട്ടുവാണെങ്കിൽ 7 3 21 31 എന്ന് പറയുമ്പോൾ 28 29 30 31 32 അല്ല 2412 ബൈ 42 ഇൻറ്റു 4 5 6 ഇല്ല 42 ഇൻറ്റു 5 2 10 3 12 42 ഇൻറ്റു 3 5 8 പോകത്തില്ല 7 6 ഇല്ല. ഓക്കെ, സംതിങ് പോട്ടെ ക്വസ്റ്റ്യൻ പോട്ടെ. ഓക്കെ, ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാനുഫാക്ചർഡ് ബൈ ഡി 460 ക്വസ്റ്റ്യൻസ് ആർ സോൾഡ്, എന്താണ്? ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാനുഫാക്ചർഡ് ബൈ ഡി 460 ക്വസ്റ്റ്യൻസ് ആർ സോൾഡ് ആൻഡ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കോട്ടൺ പോളിസ്റ്റർ നൈലോൺ ക്വസ്റ്റ്യൻസ് അൺസോൾഡ് ഇൻ ഡിയിൽ 4:1:3 ആണ്. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് കോട്ടൺ ക്വസ്റ്റ്യൻസ് സോൾഡ് ബൈ ദ ഫാക്ടറി. വെയിറ്റ്, എന്താണ് പറയുന്നത്? 460 ക്വസ്റ്റ്യൻസ് സെല്ല് ചെയ്തു, ബാക്കി മിച്ചം എത്ര ഉണ്ട്? 4 540 അല്ലേ? 540 അല്ല, സോറി 440 അൺസോൾഡ് ചെയ്തിട്ടുണ്ട്. 5 8 വന്നിട്ടുണ്ട് 55 വന്നു. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾഡ് ബൈയോ, ക്വസ്റ്റ്യൻ സോൾഡ് ബൈ ഫാക്ടറി ഡിയോ, ക്വസ്റ്റ്യൻസ് മാനുഫാക്ചർ ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓക്കെ വെയിറ്റ് 540 വന്നു. ഓ വെയിറ്റ് 55 വന്നു. 55 ഇൻറ്റു 55 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 220. ഓക്കെ, 220 പോയി കഴിഞ്ഞിട്ട് പിന്നെ 8 3 185 195 ആയിരിക്കും. ഓക്കെ,
എഫിഷ്യൻസി സംതിങ്. ഓക്കെ, സോ 15 ആകെ ചെയ്യാൻ പറ്റുള്ളൂ. അരിത്തമെറ്റിക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. 1 ഇൻകറക്റ്റ് വന്നു. ഓക്കെ, അനാലിസിസ് നോക്കിയാൽ, സോ ലെറ്റ്സ് ചെക്ക് ദാറ്റ്. പെർസെൻറ്റേജ് കുറവാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അരിത്മെറ്റിക് പോർഷൻ ഓക്കെ 58% ഉള്ളൂ. ആക്യുറസി 93 ഉണ്ട്, ബട്ട് 58% പെർസെൻറ്റൈലേ ഉള്ളൂ, വളരെ ലോ ആണ്. ഓക്കെ, സൊല്യൂഷൻസ് നോക്കിയാൽ എവിടെയാണ് തെറ്റിയതെന്ന് ചോദിച്ചാൽ ലെറ്റ്സ് സീ. 6th ക്വസ്റ്റ്യൻ ഇവിടെ എന്തോ ഒരു ബാക്കി ഓക്കെയാണ്, ബട്ട് ഈ അരിത്തമെറ്റിക് 17, 19, 23, 29 ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തതിന് മിസ്റ്റേക്ക് വന്നു. ഓക്കെ, so that's it. Thank you.